നമ്മുടെ ഉപ്പ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാം എന്ന ഒരു മനുഷ്യനിൽ നിന്നാണ് ലോകത്തെ എല്ലാ മനുഷ്യരും ഉണ്ടായത് എന്നതിൻ്റെ ഒരു തെളിവ് അമേരിക്കയിൽ പോയി ഹാർട്ട് സർജറി പഠിച്ചു വരുന്നൊരു ഡോക്ടർക്ക് അമേരിക്കയിലെ ഒരു പേഷ്യൻറ്റിൻ്റെ ഹാർട്ട് ഓപ്പൺ ചെയ്ത് ഹാർട്ടിൻ്റെ ഏതെല്ലാം പ്രധാനപ്പെട്ട ഞരമ്പുകളുണ്ട്, പേശികളുണ്ട്, എങ്ങനെ ഒരു ഹാർട്ട് സർജറിയിൽ സാധ്യമാവാം, എങ്ങനെ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്താം എന്നൊക്കെ പഠിച്ചു വരുന്ന ഒരു ഡോക്ടർ. അത് പഠിക്കുന്നത് അമേരിക്കയിലാണ്. പക്ഷേ ഇന്ത്യയിലെ, കേരളത്തിലെ ഇങ്ങ് ഏതെങ്കിലും ഒരാണിനെയോ ഒരു പെണ്ണിനെയോ ഹോസ്പിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞ് ആ ആണിൻ്റെയോ പെണ്ണിൻ്റെയോ ഹൃദയം തുറന്നു വെച്ച് താൻ അമേരിക്കയിൽ നിന്ന് പഠിച്ചു വന്ന ആ ആശയം ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിച്ചാൽ ആ ഡോക്ടർക്ക് സാധ്യമാണ്. എന്തുകൊണ്ട്? ലോകത്തിന്റെ ഏത് ഭാഗത്തുമുള്ള ഏത് മനുഷ്യനെടുത്താലും ഒരാളുടെ ഹൃദയം വലത്തോട്ടാന്ന് വിചാരിക്കുക, വേറൊരുത്തൻ്റെത് പുറത്താന്ന് വിചാരിക്കുക, ഹൃദയം വേറൊരാളുടെ നാഭിക്ക് താഴെയാ. ലോകത്ത് ഡോക്ടർമാർക്ക് പണിയെടുക്കാൻ പറ്റുമോ? എല്ലാം കൃത്യമായും ഒരിടത്ത് ഒരേ സംവിധാനത്തിലാണ് അള്ളാഹു സംവിധാനിച്ചത്. അതുകൊണ്ട് ഡോക്ടർമാർ പറയും, മനുഷ്യ ശരീരത്തിൽ ഓരോ ഞരമ്പിനെ കുറിച്ചും പഠിച്ചാൽ അത് എല്ലാ ശരീരത്തിലും ഒരുപോലെയാണ്. ഇതിന്റെ അർത്ഥം ഈ ശരീരങ്ങളൊക്കെ ഉറവിടമുണ്ടായത് ഒരു ശരീരത്തിൽ നിന്നാണ്. അപ്പോഴല്ലേ ആ സ്വഭാവം ഉണ്ടാവുള്ളൂ. ആ ഒരു മനുഷ്യനാണ് നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം, എന്നല്ലാതെ മൃഗങ്ങളിൽ നിന്നും, ചിമ്പാൻസിയിൽ നിന്നും, കുരങ്ങിൽ നിന്നും ഉണ്ടായതല്ല. ഈ മനുഷ്യ ശരീരം ഇതുപോലെ യൂണിഫോമിറ്റി കാണിക്കുന്നത് ഇതിന്റെ ഉത്ഭവം ഒന്നാണെന്നതിന്റെ ആയിരക്കണക്കിന് തെളിവുകളിൽ ഒരു തെളിവാണ് നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ أَبَى وَاسْتَكْبَرَ وَكَانَ مِنَ الْكَافِرِينَ. ഓർത്തു നോക്കുക നബിയേ, وَإِذْ قُلْنَا لِلْمَلَائِكَةِ, നമ്മൾ മലക്കുകളോട് പറഞ്ഞ നേരം, മാലാഖമാർ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകൾക്ക് പ്രത്യക്ഷമായും ഗോപ്യമാവാത്തവരെ, ഉസ്ജുദൂ ലി ആദം, നിങ്ങൾ ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യണം. ഫസജദൂ, അവർ മുഴുവനും സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ്, അവരുടെ കൂടെയുള്ള ഇബ്ലീസ് ഒഴികെ, അബാ, അവൻ വിസമ്മതിച്ചു. വസ്തക്ബറ, അവൻ അഹങ്കാരം കാണിച്ചു. വകാന മിനൽ കാഫിരീൻ, അവിശ്വാസികളായി ഭൂമി ലോകത്ത് വരാൻ പോകുന്ന ആളുകളുടെ കൂട്ടത്തിലേക്ക് അവൻ ആദ്യമേ മെമ്പർഷിപ്പ് എടുത്ത് ചേരുകയും ചെയ്തു. മലക്കുകളോട് അല്ലാഹു സുജൂദ് ചെയ്യാൻ പറഞ്ഞ നേരം ഖുർആനിന്റെ ഒരു പ്രയോഗം നോക്കൂ. മുആദ് റളിയല്ലാഹു അൻഹു ഷാമിൽ നിന്ന് തിരിച്ചു വരുന്നു. മുആദ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് ഷാമിൽ ചെന്ന് ദഅവത്ത് ചെയ്യാൻ നിയുക്തനായിരുന്ന സ്വഹാബി. ഷാമിൽ നിന്ന് റോമൻ ഭരണാധികാരികളെ കണ്ട് പരിചയമുണ്ട്. മദീനയിലേക്ക് വന്നപ്പോ മഹാനായ മുആദ് തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, റഅയ്തുൽ അജമ യസ്ജുദൂന ലിമുലൂകിഹിം വഅൻത ഔലാ അൻ നസ്ജുദ ലക്. നബിയേ, റോമക്കാരായ ആളുകൾ, യൂറോപ്യന്മാർ, ഞാൻ അവരെ കണ്ടു നബിയെ, അവരവരുടെ രാജാക്കന്മാരുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നുണ്ട്. വഅൻത ഔലാ അൻ നസ്ജുദ ലക്, സ്വന്തം രാജാക്കന്മാർക്ക് ബഹുമാന പുരസ്സരം അവർ സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ രാജാക്കന്മാരെക്കാളെല്ലാം സുജൂദ് ചെയ്യപ്പെടാൻ അർഹരായവർ അങ്ങല്ലയോ നബിയേ എന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോ മഹാനായ നബി തങ്ങൾ അത്ഭുതത്തോടുകൂടെ മറുപടി പറയുന്നു, മുആദേ, സുജൂദ് അല്ലാഹുവിന് മാത്രമുള്ളതാണ്. ലൗ അമർതു അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ, ഏതെങ്കിലും ഒരാളിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണമെന്ന്, ഒരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കുകയായിരുന്നുവെങ്കിൽ ഞാൻ ആരെ കൽപ്പിക്കും? ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ, ഒരു പെണ്ണിനോട് നീ നിന്റെ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം എന്ന് ഞാൻ പറയുമായിരുന്നു. പക്ഷേ അതുപോലും പാടില്ലല്ലോ. ഒരു മനുഷ്യന് ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്തുകൂടാ.
അതുകൊണ്ട് മുആദേ, അവിടുത്തെ യൂറോപ്യൻ രാജാക്കന്മാരുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സുജൂദ് എനിക്ക് വേണ്ട മുആദേ. അങ്ങനെ ചെയ്യേണ്ടി വരുമെങ്കിൽ ഒരു പെണ്ണിനോട് തന്റെ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ പറയുമായിരുന്നു. കാരണം ലിഅളമി ഹഖ്ഖിഹി അലൈഹി, കാരണം ഒരു ഭർത്താവിന്റെ ബാധ്യതയും ഒരു ഭർത്താവിന്റെ മഹത്വവും അത്രമേൽ പരിശുദ്ധമാണ്. വലാകിൻ ലാ യകൂനു ഇല്ലാ ലില്ലാഹ്, പക്ഷേ ഇത് അല്ലാഹുവിന് മാത്രമേ പറ്റൂ മുആദേ. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് സുജൂദ് ചെയ്യരുത്, ഒരാൾക്കും ഒരു സൃഷ്ടിക്കും സുജൂദ് ചെയ്യരുത്. സൗബാൻ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളിൽ ഹബീബിനെ നാളെ സ്വർഗ്ഗലോകത്ത് എത്തിപ്പെട്ടാൽ പോലും നബി തങ്ങളെ കാണാൻ എനിക്ക് സ്വർഗ്ഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് പോകാൻ കഴിയാതെ വന്നാൽ ഭൂമി ലോകത്ത് മസ്ജിദുൻ നബവിയിലേക്ക് ഞാൻ ഓടി വന്ന് ഹബീബിനെ എത്രയോ നോട്ടം കണ്ട് സന്തോഷിക്കുന്ന പോലെ നാളെ എനിക്ക് കാണാൻ കഴിയുമോ എന്ന് ചിന്തിച്ച് ശരീരം മെലിഞ്ഞുണങ്ങിപ്പോയ ഹബീബിനോടുള്ള ഹുബ്ബ് കൊണ്ട് ശരീരം തളർന്നുപോയ സ്വഹാബിയാണ് മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു. മഹാന്റെ ഹദീസിലുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നക ലൻ തസ്ജുദ ലില്ലാഹി സജ്ദതൻ ഇല്ലാ റഫഅക ബിഹാ ദറജ. അല്ലാഹുവിന് നിങ്ങൾ ഒരു സുജൂദ് ചെയ്യുമ്പോൾ അല്ലാഹു നിങ്ങൾക്ക് ഒരു സ്ഥാനം ഉയർത്തിത്തരും. 2 സുജൂദ് 2 സ്ഥാനം, 2 റക്അത്ത് സുന്നത്ത് 4 സുജൂദായി അല്ലാഹു 4 സ്ഥാനം നിങ്ങൾക്ക് ഉയർത്തി തന്നു. ഫർള് നിസ്കാരങ്ങളിൽ 17 റക്അത്തുകളിലായിട്ട് നമുക്ക് ഒരുപക്ഷേ 30-ലേറെ 44ഓളം സുജൂദുകൾ വന്നേക്കാം. അത്രമേൽ സുജൂദുകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ അത്രമേൽ സ്ഥാനം അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ മഹാനായ റബീഅത്ത് ബിൻ കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു, നബി തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണ്, സുജൂദ് ചെയ്യേണ്ട അല്ലാഹുവിനെ വണങ്ങേണ്ട മഹാത്മ്യം നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഒരു നേരമുണ്ട്. റബീഅത്തുൽ കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു അതൈതു ബിവദൂഇൻ ലിറസൂലില്ലാഹ്, ഒരു രാത്രി അല്ലാഹുവിന്റെ റസൂലിന് വുദു എടുക്കേണ്ടി വന്നപ്പോൾ വുദുഇന്റെ വെള്ളം ഞാൻ കൊണ്ടുപോയി കൊടുത്തു. അത് നബി തങ്ങൾക്ക് പലരോടും ചോദിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ തങ്ങളുടെ ശാരീരിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പോവാൻ, ഖളാഉൽ ഹാജത്തിന് പോവാൻ. അപ്പൊ തങ്ങള് ഒന്ന് മൂത്രമൊഴിച്ച് വരികയാണെങ്കിൽ വുദു എടുത്തിട്ടാണ് വരിക. അപ്പോ തങ്ങൾ വുദുഇന്റെ വെള്ളം തങ്ങൾക്ക് ആവശ്യമായിരിക്കും. തങ്ങൾ ചോദിക്കുന്നതിന്റെ മുമ്പേ കണ്ടറിഞ്ഞ് നബി തങ്ങൾക്ക് സേവനം ചെയ്ത സ്വഹാബിയാണ് റബീഅത്ത് ബിൻ കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു. റബീഅത്ത് ബിൻ കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് വെള്ളം ആവശ്യമായിട്ട് വരും. കാരണം മൂത്രമൊഴിക്കാൻ വേണ്ടി പോയതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ തങ്ങൾ വുദു എടുക്കും. അങ്ങനെയാണല്ലോ, ഒരു വുദു മുറിഞ്ഞാൽ പിന്നെ ഒരു വുദു എടുക്കുക. അപ്പോ ആദ്യമേ വെള്ളം കൊണ്ടുപോയി കൊടുത്തു, അവിടെ വെച്ചു കൊടുത്തു വെള്ളം. ഇത് കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചോളൂ റബീഅ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? സൽ ഹാജതക്, ഞാൻ എന്ത് ചെയ്തു തരണം ചോദിച്ചു. അപ്പൊ ഉഖ്റവിയായ ചോദ്യമാണ് ചോദിക്കേണ്ടത്. ഭൗതികമായ ലക്ഷ്യങ്ങളല്ല. നബി തങ്ങളോട് തുണി വേണം നബിയെ, ഭക്ഷണം വേണം, ഞങ്ങൾക്ക് വീട് വേണം, വാഹനം വേണം, ഇതൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ റബീഅ റളിയല്ലാഹു അൻഹു ആ കിട്ടിയ സന്ദർഭം മുതലെടുത്തു. എന്ത് വേണം? ഒരു ചോദ്യം ചോദിക്കാനേ ചാൻസ് ഉള്ളൂ. എന്ത് ചോദിക്കും? മഹാനവറുകൾ പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്നah, നബിയേ അങ്ങയുടെ കൂടെ സ്വർഗ്ഗലോകത്തിരിക്കാൻ എനിക്ക് അവസരം വേണം നബിയേ. അങ്ങയുടെ കൂടെ സ്വർഗ്ഗലോകത്തിലിരിക്കണം. സ്വർഗത്തിൽ കടന്നാൽ മാത്രം പോരാ, അങ്ങയുടെ കൂടെ ഇരിക്കണം. അതിനവസരം വേണം നബിയേ. തങ്ങൾ പറഞ്ഞു, അവഗൈറ ദാലിക്, വേറെന്തെങ്കിലും അത് വേണോ? വേറെന്തെങ്കിലും പോരെ? ലാ, അത് മതി നബിയേ, എനിക്കത് മതി. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, റബീഅ, ഞാൻ നിങ്ങൾക്കത് വാങ്ങിച്ചു തരാം. ഒരു ചെറിയ സഹായം നിങ്ങൾ എന്നോട് ചെയ്യണം. ഫഇന്നി അലാ നഫ്സിക ബികഥറത്തി സുജൂദ്, നിങ്ങൾ സുജൂദ് വർദ്ധിപ്പിക്കണം. സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം. സുജൂദിന്റെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഒരുപടി നിങ്ങൾ എന്നോട് അതിൽ സഹകരിക്കണം. ഞാനത് നിങ്ങൾക്ക് സാധ്യമാക്കി തരാമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാലാഖമാർ
മഹാനായ ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്തിട്ടുണ്ട്. എന്താണ് ആ സുജൂദിന്റെ അർത്ഥം? അത് അല്ലാഹുവിന് വേണ്ടിയുള്ള സുജൂദാണ്. അല്ലാഹുവിന് വേണ്ടിയുള്ള സുജൂദാണ്. വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം. രണ്ട് വ്യാഖ്യാനമാണ് അതിന് മഹാന്മാർ കൊടുക്കുക. ഒന്നുകിൽ സുജൂദ് എന്ന വാക്ക് അവർ കുനിഞ്ഞു, അൽ ഇൻഹിനാ, ഒന്ന് ബെൻഡ് ചെയ്തു, ബൗ ഡൗൺ എന്ന് പറയില്ലേ, ഒന്ന് കുനിഞ്ഞു, ബഹുമാന പുരസ്സരം. ചൈനക്കാർ, ജാപ്പനീസ് അവരൊക്കെ അത് ചെയ്യും. ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ അവരെന്ന് ഒന്ന് ബെൻഡാവും, അതൊരു ബഹുമാനമാണ്. അതിന് സുജൂദ് എന്ന് ഭാഷയിൽ പറയാം, ഇസ്തിലാഹിലല്ല. പിന്നെ പറഞ്ഞു ആ സുജൂദ് അല്ലാഹുവിന് വേണ്ടിയുള്ള സുജൂദാണ്. ആദം നബി അലൈഹിസ്സലാമിനെ ആദരിക്കാനുള്ള സുജൂദാണ്. ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. അല്ലാഹു ആദരിക്കണമെന്ന് പറഞ്ഞ റബ്ബിന്റെ ആജ്ഞയെ അനുസരിക്കലാണത്. ആ സുജൂദ് ആർക്കാണ്? ആദം നബിക്കല്ല, സുജൂദ് അല്ലാഹുവിനാണ്. പക്ഷെ ആദം നബി അതിന്റെ ഖിബിലയാണ്. ആദം നബി അലൈഹിസ്സലാമിനെ ആദരിക്കാനാണ് ചെയ്തത്. ആദരവ് കൊണ്ട് സുജൂദ് ചെയ്യും. അത് നമ്മുടെ ശരീഅത്തിലില്ല, നമ്മുടെ മുൻഗാമികളുടെ ശരീഅത്തിലുണ്ട്. ബഹുമാനം കൊണ്ട് സുജൂദ് ഉണ്ടായിരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയായി അധികാരമേറ്റിരുന്ന് ഈജിപ്തിന്റെ ആ ഒരു അധികാര പീഠത്തിൽ ഇരിക്കുമ്പോ വറഫഅ അബവൈഹി അലൽ അർശ് വഖറൂ ലഹു സുജ്ജദാ. സൂറത്ത് യൂസുഫ്. വറഫഅ അബവൈഹി അലൽ അർശ്, ഉമ്മയെയും ഉപ്പയെയും അധികാരപീഠത്തിലേക്ക്, ഏറ്റവും നല്ല കസേരയിലേക്ക് യൂസുഫ് അലൈഹിസ്സലാം അവരെ കയറ്റിയിരുത്തി. വഖറൂ ലഹു സുജ്ജദാ, അവർ അല്ലാഹുവിന് വേണ്ടി അല്ലാഹുവിന് നന്ദി ചെയ്തുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ സുജൂദിൽ വീണു. ഖുർആൻ സൂറത്ത് യൂസുഫ്. ആ സുജൂദ് യൂസുഫ് നബിക്ക് വേണ്ടിയുള്ള സുജൂദല്ല, ഇക്റാമൻ വഹ്തിറാമൻ, ബഹുമാനിച്ചുകൊണ്ടൊരു സുജൂദ് നമ്മുടെ മുൻ സമുദായങ്ങളിലുണ്ട്, നമുക്കില്ല. നമുക്ക് ബഹുമാനമാണെങ്കിലും സുജൂദ് ചെയ്യാൻ പാടില്ല, അത് അല്ലാഹുവിന് മാത്രമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം ചെയ്തത്, യൂസുഫ് നബി അലൈഹിസ്സലാമിന് വേണ്ടി അവർ ചെയ്തത് ആദരത്തിന്റെ സുജൂദായിരുന്നു. നോക്കണം, വറഫഅ അബവൈഹി അലൽ അർശ്, രാജാവിരിക്കുന്ന സ്ഥാനത്ത് ഉമ്മയെയും വാപ്പയെയും ഇരുത്തി യൂസുഫ് നബി അലൈഹിസ്സലാം. നമ്മുടെ വിഷയത്തിന്റെ ഭാഗമല്ല, പക്ഷേ ഒരു കാര്യം പറയാൻ, നമ്മൾ ഒരു നന്മ ചെയ്യുമ്പോൾ ആ ഒരു നന്മയെ ഏറ്റവും കൂടുതൽ ആ നന്മ ആസ്വദിക്കാൻ അവകാശമുള്ളത് ആർക്കാണ്? നമ്മുടെ ഉമ്മാക്കും വാപ്പാക്കുമാണ്. അവരെയാണ് നമ്മൾ നമ്മുടെ സ്ഥാനത്തിരുത്തേണ്ടത് എന്ന് പഠിപ്പിക്കുകയായിരുന്നു പ്രവാചകനും അധികാരിയും രാജാവുമായിരുന്ന നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. അവിടെ ഒരു സുജൂദിന്റെ പരാമർശമുണ്ട്. അള്ളാഹുവിന്റെ മലക്കുകൾ ആദരിച്ച ഒരു മനുഷ്യനാണിതല്ലേ? മലക്കുകളാണോ ശ്രേഷ്ഠർ, അതല്ല മനുഷ്യരാണോ? ആർക്കാണ് ശ്രേഷ്ഠത കൂടുതലുള്ളത്? അള്ളാഹു മലക്കുകളെ കൊണ്ട് മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യിപ്പിച്ചു ആദം നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ. ആരാണ് ഇവിടെ ശ്രേഷ്ഠർ? ഒരു വിഭാഗം പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ മലക്കുകളാണ് ശ്രേഷ്ഠർ. എന്തുകൊണ്ട്? അവർ വലിയ സ്ഥാനമുള്ളവരല്ലേ. അവർക്ക് ശരീരത്തിന്റെ മോശമായ ചിന്തകളോ ശരീരത്തിന്റെ ഷഹവാത്തുകളോ ശരീരേച്ഛകളോ ഇല്ലാത്ത ശുദ്ധമായ പ്രകൃതമുള്ളവരാണ്. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ. അവർ തെറ്റ് ചെയ്യാത്തവരല്ലേ. അപ്പൊ തെറ്റ് ചെയ്യാത്തവരല്ലേ മനുഷ്യരെക്കാളും സ്ഥാനം ഉണ്ടാവുക എന്ന ഒരു പക്ഷമുണ്ട്. പിന്നെ യുസബ്ബിഹൂനൽ ലൈല വന്നഹാർ, രാവിലും പകലിലും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നവരാണ്. ആകാശലോകങ്ങൾക്ക് വിറങ്ങലടിച്ചു, ആകാശലോകങ്ങൾ പേടിച്ച് വിറച്ചിരിക്കുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ ഫീഹാ മൗദിഉ അർബഇ അസ്വാബിഅ, 4 വിരൽ വെക്കേണ്ട ഒരു സ്ഥാനം ആകാശലോകങ്ങളിൽ ഇല്ല തന്നെ ഇല്ല. വഫീഹാ മലക്കുൻ സാജിദ്, സുജൂദ് ചെയ്യുന്ന ഒരു മലക്ക് അവിടെ ഉണ്ടായിരിക്കും. ഒരു റുക്കൂഇൽ കിടക്കുന്ന മലക്ക്, ഖിയാമിലുള്ള മലക്ക്, സുജൂദിൽ കിടന്ന് പൊട്ടിക്കരയുന്ന മാലാഖ,
അങ്ങനെ ഒരു മലക്കും തലവെക്കാത്ത കാലുവെക്കാത്ത ഒരു 4 വിരൽ വെക്കേണ്ട ഇടം, കോടാനുകോടി ബില്യൺ നക്ഷത്രങ്ങളുള്ള കോടിക്കണക്കിന് ഗാലക്സികളുള്ള ഈ ആകാശലോകത്തിന്റെ ആവരണമായ ഈ പ്രപഞ്ചത്തിന്റെ ആവരണമായ 1-ാം ആകാശത്ത് 2-ൽ 3-ൽ 4-ൽ 5-ൽ 6-ൽ 7-ൽ മനുഷ്യന് 1-ാം ആകാശം എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതൊരു പക്ഷേ ഏതാനും വർഷങ്ങളെടുത്ത് സയൻസ് മുന്നോട്ട് പോകുമ്പോൾ കണ്ടെത്താൻ അവർക്ക് സാധിച്ചേക്കും. പക്ഷേ ഇപ്പോഴും 1-ാം ആകാശം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആകാശലോകങ്ങളിൽ 4 വിരൽ വെക്കേണ്ട സ്ഥലം അവിടെയില്ലെന്നാണ്. മാലാഖമാർ ഇബാദത്തിൽ കഴിയുന്നു. അതുപോലെ അല്ലല്ലോ നമ്മൾ എന്തൊക്കെ കുരുത്തക്കേട് അല്ലേ, എന്തൊക്കെ പ്രയാസങ്ങള്. നമ്മൾ എന്താ ചെയ്യുന്നത്? മാലാഖമാരുടെ ജീവിതം പോലെയാണോ നമ്മുടെ ജീവിതം? അല്ലല്ലോ. അപ്പൊ മലക്കുകളാണ് ശ്രേഷ്ഠർ. അത് മാത്രമല്ല, മാലാഖമാർ യസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർളി, ഭൂമിയിലുള്ള ആളുകൾക്ക് അവർ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നുണ്ടല്ലോ. മലക്കുകൾ നമുക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഒരാൾ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ അയാൾ നമ്മളെക്കാളും സ്ഥാനമുള്ള ആളാവുമ്പോഴല്ലേ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് വേണ്ടി മലക്കുകൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെന്ന് ഖുർആൻ പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ മലക്കുകൾ നമ്മളെക്കാളും ശ്രേഷ്ഠരായിരിക്കണം. അങ്ങനെ പറയുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാർ. മറ്റൊരു വിഭാഗം പറഞ്ഞതല്ല, ആദം നബിയുടെ മക്കൾ അവരാണ് ശ്രേഷ്ഠർ. അവരിൽ അല്ലാഹു മോശമായ ആഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട്, നന്മയും വെച്ചിട്ടുണ്ട്. ആ തിന്മയെ മറികടന്ന് നന്മയിലേക്ക് വന്നവർ, അതിനൊരു സ്ഥാനം വേണ്ടേ? നമ്മളും മൃഗങ്ങളും തമ്മിലെ വ്യത്യാസം എന്താ? മനുഷ്യന് ബുദ്ധിയുണ്ട്, ശരീരത്തിന്റെ ആഗ്രഹങ്ങളുണ്ട്. മൃഗങ്ങൾക്ക് ബുദ്ധിയില്ല, അവർക്ക് ശരീരത്തിന്റെ ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ ഇത് രണ്ടും തന്നെ നമ്മുടെ ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കാൻ പറഞ്ഞു അല്ലാഹു. അങ്ങനെ ശരീരത്തെ നിയന്ത്രിക്കുന്ന നല്ല മനുഷ്യർ മലക്കുകളെക്കാളും മുമ്പിലല്ലേ വേണ്ടത്? തീർച്ചയായും. ചീത്ത മനുഷ്യരെ കുറിച്ചല്ലേ ഉലൈക കൽ അൻആം ബൽ ഹും അദൽ. ദുനിയാവിൽ ഒരു പക്ഷേ മലക്കുകളായിരിക്കാം, പക്ഷെ സ്വർഗലോകത്തേക്ക് എത്തുമ്പോൾ സ്വർഗലോകത്ത് കിടക്കുന്ന മനുഷ്യരാണ് മാലാഖമാരെക്കാളും മുന്നിലെന്ന് മഹാന്മാർ സമർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവന്റെ സ്വർഗലോകത്തേക്ക് എത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആരാണ് മനുഷ്യൻ? ഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ, മലക്കുകളെ നിങ്ങൾ സുജൂദ് ചെയ്യണം. മനുഷ്യനെ അല്ലാഹു കളിമണ്ണിൽ നിന്ന് പടച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ നബിയുല്ലാഹി ആദം നബി അലൈഹിസ്സലാമിനെ കളിമണ്ണ് കൊണ്ട് രൂപപ്പെടുത്തി. അല്ലാഹു തറകഹു 40 യൗമൻ തീനാ, 40 ദിവസം കളിമണ്ണായി അല്ലാഹു നിർത്തിയിട്ടുണ്ടത്രേ. 40 ദിവസം ജീവനില്ല, കളിമണ്ണാണ്. വായയുണ്ട്, മൂക്കുണ്ട്, കണ്ണിന്റെ ഭാഗങ്ങളുണ്ട്, കളിമണ്ണ് കൊണ്ട് ജീവനില്ല. ശരീരത്തിൽ വിസർജ്യങ്ങൾ പോവേണ്ട ദ്വാരങ്ങളുണ്ട്, പക്ഷെ ജീവനില്ല. അങ്ങനെ കാറ്റ് വായിലൂടെ കടക്കുന്നു, ശരീരത്തിൽ ഗ്യാപ്പുകളിലൂടെ പുറത്തു പോകുന്നു. 40 ദിവസം പിശാച് വന്ന് ഊതിയെന്നാണ് മനുഷ്യ ശരീരത്തിൽ ആദം നബി അലൈഹിസ്സലാമിന്റെ. നോക്കുമ്പോൾ അതിൽ നിന്ന് ശബ്ദം വരുന്നു, ഉള്ളു പൊള്ളയാണ്. അവൻ അന്നേ തീരുമാനിച്ചു, ഇങ്ങനെ ഒരു സവിശേഷമായ സൃഷ്ടിയെ അള്ളാഹു ഉണ്ടാക്കുന്നുവെങ്കിൽ ഇവരെയൊക്കെ കീഴ്പ്പെടുത്താൻ എനിക്ക് എളുപ്പമാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീരം ജീവൻ നൽകപ്പെടുന്നതിന്റെ മുമ്പ് 40 ദിവസം അങ്ങനെ നിർത്തിയെന്നാണ്. ഖുർആനിൽ മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് പറഞ്ഞ ചില അത്ഭുതങ്ങളുണ്ട്. അള്ളാഹു പറഞ്ഞു ഖലഖഹു മിൻ തുറാബ്, അള്ളാഹു മനുഷ്യനെ മണ്ണിൽ നിന്ന് പടച്ചു. പിന്നെ പറഞ്ഞു മിൻ തീൻ, ചെളിയിൽ നിന്ന്, കളിമണ്ണിൽ നിന്ന്. മണ്ണും വെള്ളവും ചേരുമ്പോഴാണ് തീൻ എന്നാവുക. പിന്നെ പറഞ്ഞു മിൻ സ്വൽസ്വാലിൻ കൽ ഫഖാർ, മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന ഉറച്ച കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ അല്ലാഹു പടച്ചു. സ്പേമിൽ നിന്ന്, ബീജത്തിൽ നിന്ന് പടച്ചു. അല്ലാഹു ചെയ്ത വലിയൊരു അത്ഭുതമാണ്. മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഏത് യുക്തിവാദിയും, അവന് യുക്തി ഉണ്ടെങ്കിലാണ് യുക്തിവാദി എന്ന് വിളിക്കേണ്ടതുള്ളൂ കേട്ടോ. പലതും അവര് പറയുന്നത് യുക്തിരാഹിത്യമാണ്. ഒരു കോശത്തിൽ നിന്ന്, ഒരു കോശം എന്ന് പറഞ്ഞ നമ്മുടെ ബീജത്തിന്റെ ഒരു കോശം, അത് കണ്ണുകൊണ്ട് തന്നെ കാണാൻ കഴിയില്ല, അത്രയും ചെറുത്. അതാണ് ഉമ്മയുടെ ഗർഭാശയത്തിൽ അണ്ഡവുമായി കൂടിച്ചേർന്ന് ഒരു ശിശുവായി മാറുന്നത്. ഒരു കോശം, അതിൽ നിന്ന് ഹാർട്ട് ഉണ്ടാവണം.
അതിൽ നിന്ന് ലിവർ ഉണ്ടാവണം, അതിൽ നിന്ന് ബ്രെയിന് വേണം, അതിൽ നിന്ന് കൈകാലുകൾ വേണം. ഇത് ഒട്ടിപ്പിടിക്കാൻ പാടില്ല. മൂക്കുണ്ടാവണം, കണ്ണ് വേണം, നാക്ക് വേണം, ആമാശയം വേണം, ലിവർ വേണം, ലങ്സുകൾ വേണം, ചിന്ത വേണം, കൈകാലുകളും നഖവും മുടിയും ഒക്കെ ഉണ്ടാവണം. ഉപ്പയുടെയും ഉമ്മയുടെയും സ്വഭാവവും കിട്ടണം. ഇതൊക്കെ കിട്ടുന്നത് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത വിധം സൂക്ഷ്മമായ ഒരു ചെറിയ ബിന്ദുവിൽ നിന്ന്. ആരാണിതൊക്കെ ഉണ്ടാക്കിയത്? മനുഷ്യന് കഴിയോ? ഇന്നൊരു ഉപ്പ അവരുടെ മകൾക്ക് ഗർഭമുണ്ട്, പക്ഷേ കുഞ്ഞിന് ഒരു കിഡ്നിയേ ഉള്ളൂ എന്നൊരു വിഷമം പറഞ്ഞു. അള്ളാഹു കുഞ്ഞിന് സലാമത്ത് നൽകട്ടെ. 2 നിർബന്ധമല്ല, 1 അള്ളാഹു സ്പെയറായി തന്നതാണ്. പക്ഷേ ഒന്നുകൊണ്ടും സർവൈവ് ചെയ്യാം. ആ ഉപ്പയുടെ വേദന, എൻ്റെ കുഞ്ഞിന് എൻ്റെ മോളുടെ കുഞ്ഞിന് ഒരു കിഡ്നിയെ കാണുന്നുള്ളൂ, ഒന്നില്ലെന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ സ്കാനിങ്ങിൽ പറഞ്ഞത്. പക്ഷേ 1ഓ 2ഓ ആകട്ടെ, ഒരു ഏക കോശത്തിൽ നിന്ന് അള്ളാഹു അത് സൃഷ്ടിച്ചില്ലേ? ആർക്കത് ചെയ്യാൻ കഴിയും? ആർക്കുണ്ടാക്കാൻ കഴിയും? ഒരു കുഞ്ഞിനെ ജന്മം നൽകുന്നത് അല്ലാഹുവല്ലേ. നമ്മുടെ ഉപ്പയെ സൃഷ്ടിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ചില ഘട്ടങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. ആ ഘട്ടങ്ങളിൽ ഒന്ന് ഖുർആൻ എടുത്തു നോക്കിയാൽ പല രീതിയിൽ പരാമർശങ്ങൾ കാണാം. അല്ലാഹു പറഞ്ഞു, മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു ആദം നബി. പിന്നെ ചിലയിടത്ത് അല്ലാഹു പറയുന്നു, മിൻ ത്വീനിൽ ലാസിബ്, ഫ്രം ക്ലേ, കളിമണ്ണിൽ നിന്ന് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, മിൻ സ്വൽസ്വാലിൻ കൽ ഫഖാർ, മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന ഉറച്ച മണ്ണിൽ നിന്ന്. നമ്മളൊക്കെ കളിമണ്ണിന്റെ പാത്രങ്ങൾ അല്ലേ പറയുമല്ലോ, ഇപ്പൊ ഗ്യാസുമേൽ വെച്ചിട്ടൊന്നും ടേസ്റ്റ് വരുന്നില്ല, പലരെങ്കിലും പറഞ്ഞു കേൾക്കാറുണ്ട്. ആ ഒരു മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന രസമൊന്നും ഭക്ഷണത്തിന് ഇപ്പൊ കിട്ടുന്നില്ല എന്നൊക്കെ. ഈ മൺചട്ടി അതിനാണ്, അതുണ്ടാക്കിയ ആ ഉണങ്ങി അത് മുട്ടിയാൽ ശബ്ദമുണ്ടാകുമ്പോഴാണ് സ്വൽസ്വാലിൻ കൽ ഫഖാർ. ഇതിങ്ങനെയാണെന്ന് ബോധ്യപ്പെടാൻ ഒരു എളുപ്പ വഴിയുണ്ട്. എങ്ങനെയെന്നറിയോ? ആദ്യം പറഞ്ഞു മണ്ണ്, പിന്നെ പറഞ്ഞു ചെളി, കളിമണ്ണ്, പിന്നെ പറഞ്ഞു ഉറച്ച കളിമണ്ണ്. മനുഷ്യൻ മരിച്ചാൽ എന്താ സംഭവിക്കുക? മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഈ പറഞ്ഞ അള്ളാഹു പറഞ്ഞ ഘട്ടങ്ങൾ റിവേഴ്സിൽ സഞ്ചരിക്കുന്നതാണ്, ബാക്കോട്ട് സഞ്ചരിക്കും. എങ്ങനെ? ആദ്യം കളിമണ്ണ് ഉറച്ച പോലെ ശരീരം സ്റ്റിഫാണ് അല്ലേ? മരിച്ച മയ്യത്തിന്റെ കൈകാലുകൾ ഉറച്ചു പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബോഡി സ്റ്റിഫാവും, മടങ്ങില്ല, വഴങ്ങില്ല. ഒരു കല്ലിന്റെ മരത്തിന്റെ കഷ്ണം പോലെ ശരീരം മാറുകയാണ്. അതാണ് സ്വൽസ്വാലിൻ കൽ ഫഖാർ. പിന്നെ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചു. ശരീരം അഴുകുകയാണ്, അഴുകിയാൽ അത് കളിമണ്ണ് പോലെയാണ്, വെള്ളവും മണ്ണും കുഴച്ച പോലെ. അതും കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് അത് മണ്ണായി മാറലാണ്. അള്ളാഹു പറഞ്ഞ്, ഈ മണ്ണ്, ചെളി, ഉറച്ച മണ്ണ് അല്ലെങ്കിൽ ഉറച്ച ചെളി, അത് നേരെ വിപരീതമാണ് മരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. ഇത് മനുഷ്യനെ ചിന്തിപ്പിക്കുകയാണ് അല്ലാഹു. എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ബോധിക്കുന്നില്ലയോ? സയ്യിദുന ആദം നബി അലൈഹിസ്സലാം ഖലഖഹു മിൻ ത്വീൻ, അല്ലാഹു മണ്ണിൽ നിന്ന് പടച്ചു. എന്നിട്ട് മനുഷ്യൻ എങ്ങനെ അഹങ്കരിക്കാൻ കഴിയുമെന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. മനുഷ്യൻ എങ്ങനെ അഹങ്കരിക്കാൻ കഴിയും? മനുഷ്യൻ എത്ര വലിയ ധിക്കാരമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ധിക്കാരത്തിന്റെ വാക്കുകൾ പറഞ്ഞ മുഴുവൻ ആളുകൾക്കും പതനം സംഭവിച്ചിട്ടുണ്ട് ലോകത്തിൽ. അള്ളാഹു അത്തരം രാഷ്ട്ര നേതാക്കന്മാർക്ക് ചരിത്രത്തിൽ വട്ടപൂജ്യമാണ് മൂല്യം കൊടുത്തത്. അതുതന്നെയാണ് ആ പാരമ്പര്യം പിന്തുടരുന്ന ആളുകൾക്കും സംഭവിക്കാൻ പോകുന്നത്. മനുഷ്യൻ ധിക്കരിക്കരുത്. നീ ആരാണെന്ന് നീ ബോധ്യപ്പെടണം. നീ ഒന്നുമല്ലാത്ത ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറാ. പറയപ്പെടാൻ മാത്രം ഒരു വസ്തുവേ അല്ലാതിരുന്ന നിന്നെ അല്ലാഹുവല്ലേ ഉണ്മയിലേക്ക് കൊണ്ടുവന്നത്. നീ അങ്ങ് പറയാ ഞാൻ തന്നെയാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നതെന്ന്. നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നീ ദുർബലനാണ്. അഹങ്കാരികളുടെ ഒരുപാട് വാക്കുകൾ, ഫറോവയും നമ്രൂദൊക്കെ ഇവിടെ ഇരിക്കട്ടെ. മുത്തുനബി തങ്ങളുടെ കാലശേഷം വന്ന ചില ആളുകളെ സംബന്ധിച്ച് തന്നെ മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, ഇമാമുൽ മുഹദ്ദിസീൻ, ഹദീസ് പണ്ഡിതന്മാരുടെ നേതാവ്, അവരിങ്ങനെ ഇരിക്കുമ്പോ ബനു ഉമയ്യ, അന്നത്തെ ഭരണാധികാരികളാണ് അമവികൾ, അവരിൽപ്പെട്ട ഒരു മന്ത്രി, ഒരു മിനിസ്റ്റർ, അദ്ദേഹത്തിന് ഒരുപാട് കുതിരകളുണ്ട്, ഒട്ടകമുണ്ട്, കോവർ കഴുതകളുണ്ട്,
വാളുണ്ട്, പരിചയുണ്ട്, യുദ്ധോപകരണങ്ങളുണ്ട്, വലിയ മുതലാളിയാണ്. അദ്ദേഹം അഹങ്കരിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. എല്ലാവരും അങ്ങാടിയിലൊരൊക്കെ എഴുന്നേറ്റു. എല്ലാവരും എഴുന്നേറ്റു. മന്ത്രിയാണ് പോകുന്നത്. എല്ലാവരും എഴുന്നേറ്റു. ഹസനുൽ ബസ്രി തങ്ങൾ മാത്രം എഴുന്നേറ്റില്ല. അപ്പൊ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഞാൻ ഇങ്ങനെ പോകുമ്പോ എല്ലാവരും എഴുന്നേൽക്കും, എന്താ ഇയാൾക്ക് എഴുന്നേറ്റൂടെ എന്നൊരു ചോദ്യം. അവമാ അറഫ്തനി ഹസനുൽ ബസ്രി, നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? സംഭവം നടക്കുന്ന ഇറാഖിലാണ്. നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? എന്താ എഴുന്നേൽക്കാത്തത് എന്ന് ചോദിച്ചു. പറഞ്ഞു, നിന്നെ അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ എഴുന്നേൽക്കാത്തത്. എന്നെ അറിഞ്ഞിട്ട് എഴുന്നേൽക്കാതിരിക്കെ അതെന്താ? മൂത്രമൊലിക്കുന്നത് സ്ഥലത്തിലൂടെ 2 തവണ വന്നവനാണ് നീ. ഹസനുൽ ബസ്രി കൊടുത്ത മറുപടിയാണ്. മനുഷ്യൻ മൂത്രമൊഴിക്കുന്ന സ്ഥാനത്തുകൂടെ 2 തവണ, ഒന്ന് നിന്റെ പിതാവിൽ നിന്ന്, മറ്റൊന്നിന്റെ ഉമ്മയിൽ നിന്ന്, അങ്ങനെ ഭൂമിയിലേക്ക് വന്ന ആളാണ് നീ. നീ ഇനി ജീഫത്തുൻ ഖദിറ, മരിച്ചു കഴിഞ്ഞാൽ നാറ്റം കൊണ്ട് സഹിക്കാൻ കഴിയാതെ ശവശരീരത്തിന്റെ നാറ്റം എത്രയാണ്, അതാണ് നീ ആയിത്തീരാൻ പോകുന്നത്. അതിന്റെ ഇടയിൽ മാലിന്യം ചുമന്ന് നടക്കല്ലേ നീ. മാലിന്യം നമ്മുടെ വയറ്റിൽ വിസർജ്യമുണ്ടെങ്കിലേ മനുഷ്യൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റൂ. 4 പ്രാവശ്യം വയറ്റിന്ന് പോയാൽ കിടപ്പിലായി പോകും. എന്തേ? വയറ് കാലിയാണ്. അതിൻ്റെ ഉള്ളിൽ ആദറ, വേസ്റ്റ് ഒരൽപ്പമെങ്കിലും ബാക്കി നിൽക്കുമ്പോഴേ മനുഷ്യന് എണീറ്റ് നിൽക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോ നിന്റെ തുടക്കം ഒന്നുമല്ലാത്ത ഇൻസിഗ്നിഫിക്കന്റ് ബിഗിനിങ്. എന്താ നിന്റെ ജീവിതം? നീ ആരാണ്? നീ എന്തിന് അഹങ്കരിക്കുന്നു? മനുഷ്യന്റെ വിസർജ്യം വരുന്നിടത്തുകൂടെ 2 തവണ, ഒന്ന് നിന്റെ ജനനത്തിന്റെ തുടക്കം, മറ്റൊന്ന് ഗർഭാശയത്തിലൂടെ പുറത്തു വന്നത്. ഇത് രണ്ടും മൂത്രമൊഴിക്കുന്ന ഭാഗത്തിലൂടെയല്ലേ നീ വന്നത്? ഹസനുൽ ബസ്രി പറയുന്നത് മനുഷ്യനൊന്ന് ചിന്തിപ്പിക്കാനാണ്. നീ ആരോടായി അഹങ്കരിക്കുന്നത്? അഹങ്കാരികളുടെ അഹങ്കാരം നടത്തത്തിലറിയാം, അവരുടെ ചുമയിലറിയാം, അവരുടെ ചിരിയിലറിയാം, അവരുടെ നോട്ടത്തിലറിയാം. അങ്ങനെയാണ് അഹങ്കാരികളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ചേലിലും കോലത്തിലും അറിയാൻ പറ്റും. നീ എന്തിനായി അഹങ്കരിക്കുന്നത്? നിന്റെ തുടക്കം അതാണ്. പിന്നെ അവസാനം നീ നാറുന്ന ഒരു ശവമായി മാറാൻ പോവുക. അതിന്റെ ഇടക്ക് നീ മാലിന്യമാണ് നിന്റെ വയറ്റിൽ കൊണ്ടു നടക്കുന്നത്. അങ്ങനത്തെ നീ അഹങ്കരിക്കുകയോ? ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഹസനുൽ ബസ്രിയോട്, ഹസനുൽ ബസ്രി ഒന്ന് നിർത്തുമോ? ലഖദ് അഖംത കുല്ല ശഅറത്തിൻ മിൻ റഅസി, എൻ്റെ തലയിലെ എല്ലാ മുടിയും എഴുന്നേറ്റ് നിൽക്കുകയാണ്, ഒന്ന് നിർത്തുമോ എന്ന് പറഞ്ഞു നിർത്തിച്ചു എന്ന് ഹസനുൽ ബസ്രിയോട്. എന്തിനു മനുഷ്യൻ അഹങ്കരിക്കുന്നു? കാശുകളുടെ പേരിൽ അഹങ്കരിക്കുക, കയ്യൂക്കിന്റെ പേരിൽ അഹങ്കരിക്കുകയോ? ആദം നബിയുടെ മക്കളാണ് നിങ്ങൾ. അറഫ മൈതാനിയിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനമായി പറഞ്ഞു, ജനങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കണമേ, ഞാൻ പോവുകയാണ്. ഇസ്മഊനി, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കേൾക്കണമേ. അങ്ങനെ തങ്ങൾ പറയാറില്ല എന്നാ. അവസാന പ്രഭാഷണത്തിലാ പറഞ്ഞ് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. അവർ ശ്രദ്ധിച്ചു കേൾക്കും. കാരണം അള്ളാഹുവിന്റെ അപ്പോസ്തലനാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ പറയുന്നത് ഓരോ വാക്കും ശ്രദ്ധേയമാണ്. പക്ഷേ ഒന്നുകൂടെ പറഞ്ഞു, ശ്രദ്ധിച്ചു കേൾക്കണേ. കുല്ലുക്കും മിൻ ആദം, നിങ്ങളെല്ലാവരും ആദമിൽ നിന്ന് വന്നവരാണ്. ആദമു മിൻ തുറാബ്, ആദം നബി വന്നത് മണ്ണിൽ നിന്നാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ മണ്ണിൽ നിന്ന് വന്നവരാണ്. അതുകൊണ്ട് ഞാൻ നിന്നെക്കാളൊന്ന് മീതയാണെന്ന് പറഞ്ഞ ആരെയും ഇടം കണ്ണുകൊണ്ട് നോക്കല്ലേ, വാക്കുകൊണ്ട് വേദനിപ്പിക്കല്ലേ. ഞാൻ നിന്റെ മീതയാണെന്ന് നീ പറയല്ലേ. നിങ്ങളൊക്കെ ഒരുപോലെയാണ്, ഒരു ചീർപ്പിന്റെ പല്ല് പോലെ ഒരുമിച്ചു നിൽക്കണേ. ഇനി ഒരിക്കലൂടെ ഇത് പറയാൻ, എനിക്ക് ഈ സ്ഥാനത്തിരുന്ന് പറയാൻ എനിക്ക് കഴിയണമെന്നില്ല. ഞാൻ മരിച്ചുപോയേക്കാമെന്ന് സൂചിപ്പിക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.